മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പ്രദർശനം സംഘടിപ്പിച്ച് തിരുവനന്തപുരം ചിത്രകലാ പരിഷത്ത് 33 പേരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രദർശനം ഇന്ന് സമാപിക്കും. കലാകാരികളും കലാകാരന്മാരുമായിട്ട് 33 പേർ ഒരുക്കിയ കാഴ്ചാ വിസ്മയം. മ്യൂസിയം ഓഡിറ്റോറിയത്തിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു വാറിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു വർക്കാണ്. അത് ഉക്രൈനിലെ ആ ഒരു സംഭവത്തെ തുടർന്നാണ് ഞാനൊരു ക്രിയേറ്റ് ചെയ്യാൻ കാരണം. നമ്മൾ പുതിയ സാങ്കേതിക വിദ്യ എയെ കുറിച്ച് മനുഷ്യൻ സന്തോഷിക്കുകയാണോ ദുഃഖത്തിലോട്ട് പോകുമോ എന്നുള്ളൊരു വ്യാകുലത ഒരു ചിത്രീകരണം. നാളെ അത് നമുക്ക് ദോഷമാണോ നല്ലതാണോ എന്നൊരു കൺസെപ്റ്റിൻ്റെ പേരിൽ ആണ് ഞാൻ ആ ചിത്രം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പെയിന്റിംഗ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഇതാദ്യമല്ല. എല്ലാ കൊല്ലവും അതൊരു പതിവാണ്. ഞാൻ ആദ്യമായിട്ട് ക്ഷേത്ര ചുവരിൽ വരച്ച വനിത എന്നുള്ളൊരു ബഹുമതി കൂടെ എനിക്കുണ്ട്. നാരി ശക്തി പുരസ്കാർ അവാർഡൊക്കെ വാങ്ങി 2017. ഞാൻ നേരം പോക്കിന് വേണ്ടി ഇടയ്ക്കിങ്ങനെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കും. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ എക്സിബിഷനൊക്കെ എല്ലായിടത്തും ഞാൻ പങ്കെടുക്കാറുണ്ട്. ദിവസത്തെ പ്രദർശനം ഇന്ന് സമാപിക്കും. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ഉദ്ഘാടകൻ. ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ ചിത്രരചനയിൽ ചെയ്യുന്ന ആളാണ്. അക്രിലിക്, ഓയിൽ, വാട്ടർ കളർ, പേസ്റ്റൽ എന്നീ മീഡിയങ്ങളിലെല്ലാം ചെയ്യാറുണ്ട്. ഞാൻ ഒരു ചിത്രകലാ അധ്യാപകനാണ്. അതോടൊപ്പം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ചാർക്കോൾ പൗഡർ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓയിൽ പെയിൻറ്റിലും ഞാനൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രകലയെ സ്നേഹിക്കുന്ന ഈ കൂട്ടായ്മ നിറങ്ങളിലും വരകളിലും അത്ഭുതം തീർക്കുന്ന ഈ പതിവ് ഇനിയും തുടരും. ആസ്വാദകർക്ക് കാണാനും വാങ്ങാനും അവർ അവസരവും ഒരുക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.